ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി ട്രിപ്പിൾ സെഞ്ചുറി നേടിയിട്ടുള്ള ബാറ്ററാണ് കരുൺ നായർ. എന്നാൽ അർഹിച്ച അവസരങ്ങൾ പിന്നീട് ദേശീയ ടീമിൽ താരത്തിന് ലഭിച്ചില്ല. IPL-ലും ഇതുപോലെ തന്നെയായിരുന്നു കാര്യങ്ങൾ. 2018 ശേഷം കാര്യമായ അവസരങ്ങൾ ഇന്ത്യൻ പ്രീമിയർ ലീഗിലും അദ്ദേഹത്തിന് ലഭിച്ചില്ല. രാജസ്ഥാൻ റോയൽസിന്റെ മുൻ താരമായിരുന്ന കരുൺ നായർ അവർക്ക് വേണ്ടിയാണ് അവസാനം ഒരു IPL മത്സരത്തിൽ കളിച്ചിട്ടുള്ളത്. 2024-ലെ IPL താരലേലത്തിലുണ്ടായിട്ടും ആവശ്യക്കാരില്ലാതെ വന്നതിനാൽ അദ്ദേഹം അൺസോൾഡായി. ഇപ്പോൾ ഇതാ അടുത്ത IPL ലേലത്തിന് മുൻപായി വെടിക്കെട്ട് ബാറ്റിംഗിലൂടെ IPL ടീമുകൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കരുൺ നായർ. കർണാടകയിൽ നടന്ന മഹാരാജ ട്രോഫിയിലാണ് വെടിക്കെട്ട് സെഞ്ചുറിയുമായി കരുണിന്റെ മിന്നും പ്രകടനം. മഹാരാജ ട്രോഫി T20-യിൽ മൈസൂർ വാരിയേഴ്സിന്റെ ക്യാപ്റ്റനാണ് 32-കാരനായ കരുൺ നായർ. കഴിഞ്ഞ ദിവസം മാംഗ്ലൂർ ഡ്രാഗൺസിനെതിരെ നടന്ന കളിയിലായിരുന്നു താരത്തിന്റെ സെഞ്ചുറി പിറന്നത്. ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്ന കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത മൈസൂർ ടീമിനായി 3-ാം നമ്പറിലാണ് കരുൺ ബാറ്റ് ചെയ്യാൻ എത്തിയത്. മാസ്മരിക ഫോമിലായിരുന്ന താരം വെറും 43 പന്തുകളിലാണ് സെഞ്ചുറിയിലെത്തിയത്. ഇന്നിംഗ്സിന്റെ അവസാന ഓവറിൽ 2 സിക്സറുകളും 3 ഫോറുകളും നേടിയ താരം 48 പന്തിൽ 124 റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു. 13 ഫോറുകളും 9 സിക്സറുകളുമാണ് കരുൺ നായർ ഈ ഇന്നിംഗ്സിൽ നേടിയത്. കരുണിന്റെ ബാറ്റിംഗ് മികവിൽ നിശ്ചിത 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 226 എന്ന കിടിലൻ സ്കോർ കണ്ടെത്തിയ മൈസൂർ സംഘം മഴ നിയമപ്രകാരം 27 റൺസിന് ജയിക്കുകയും ചെയ്തു. നിലവിൽ രാജ്യത്തെ ഏറ്റവും മികച്ച ആഭ്യന്തര താരങ്ങളിൽ ഒരാളാണെങ്കിലും ഇക്കഴിഞ്ഞ IPL താരലേലത്തിൽ കരുൺ നായരിന് ആവശ്യക്കാരില്ലായിരുന്നു. 50 ലക്ഷം രൂപ അടിസ്ഥാന വിലയ്ക്ക് ലേലത്തിനെത്തിയ താരം അൺസോൾഡ് ആവുകയും ചെയ്തു. 2023 സീസണിൽ ലക്നൗ സൂപ്പർ ജയൻസിന്റെ താരമായിരുന്ന കരുണിന് ഒറ്റ കളിയിൽ പോലും അവസരം ലഭിച്ചിരുന്നില്ല. 2022-ൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിച്ചെങ്കിലും വൻ ഫ്ലോപ്പായിരുന്നു താരം എന്നതും ശ്രദ്ധേയം. അതേസമയം മഹാരാജ ട്രോഫിയിൽ മികച്ച ഫോമിൽ കളിക്കുന്ന കരുൺ നായർ അടുത്ത സീസണിൽ IPL-ലേക്ക് തിരിച്ചെത്തുമെന്നാണ് കരുതപ്പെടുന്നത്. അതേസമയം 2013-ൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് വേണ്ടി കളിച്ചുകൊണ്ടാണ് കരുൺ നായർ IPL-ൽ അരങ്ങേറ്റം കുറിക്കുന്നത്. IPL-ൽ പിന്നീട് രാജസ്ഥാൻ റോയൽസ്, ഡൽഹി ക്യാപിറ്റൽസ്, പഞ്ചാബ് കിങ്സ്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമുകളുടെയും ഭാഗമാകാൻ അദ്ദേഹത്തിന് സാധിച്ചു. മൊത്തം 76 IPL മത്സരങ്ങളിൽ ജേഴ്സി അണിഞ്ഞ കരുൺ നായർ 23.75 ബാറ്റിംഗ് ശരാശരിയിൽ 1496 റൺസ് നേടി. എന്തായാലും നിലവിലെ കരുൺ നായരിന്റെ ഫോം അദ്ദേഹത്തെ IPL-ലേക്ക് തിരിച്ചെത്തിക്കുമോ എന്നാണ് ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുന്നത്. കാരണം നിർഭാഗ്യം പലപ്പോഴും വേട്ടയാടിയ ഒരു താരമാണ് കരുൺ നായർ. ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ 2-ാമനായിരുന്നിട്ടും തൊട്ടടുത്ത മത്സരത്തിൽ കരുൺ നായരിന് അവസരം ലഭിച്ചിരുന്നില്ല. അർദ്ധ സെഞ്ചുറി നേടുന്ന താരങ്ങൾ പോലും പ്ലേയിങ് 11-ൽ സ്ഥാനം ഉറപ്പിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു തഴയൽ താരം അന്ന് നേരിട്ടത്. വരുന്ന IPL-ൽ അവസരം ലഭിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ തഴഞ്ഞവർക്കുള്ള മറുപടി നൽകുന്നത് ബാറ്റ് കൊണ്ട് തന്നെയാകാം.